Hello friends, welcome back to our channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ വീണ്ടും ഒരു നാച്ചുറൽ ഷാംപൂ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീണ്ടും എന്ന് പറയുമ്പോഴേക്കും നമ്മൾ നമ്മുടെ ചാനലിൽ 2-3 വീഡിയോസിന് മുന്നേ ഒരു വീഡിയോ ഷാംപൂ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഹെർബൽ നാച്ചുറൽ ഷാംപൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, അപ്പോൾ നമ്മുടെ ചാനലിൽ കുറച്ച് ആൾക്കാരൊക്കെ അല്ലേ ഉള്ളൂ, അപ്പോൾ ആ കൂട്ടത്തിലുള്ള ഒരാൾ വീഡിയോ കണ്ട ഒരാൾ എന്നോട് പറഞ്ഞു ആ സാധനങ്ങൾ നമുക്ക് പെട്ടെന്ന് അവൈലബിൾ അല്ല, അതായത് അതിനകത്ത് നമ്മൾ സോപ്പ് കായ, ശീവക്കായ, റീത്ത ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ആയുർവേദ കടകളിൽ അല്ലെങ്കിൽ എന്താ ആയുർവേദ കടകളിൽ എല്ലാ കടകളിലും കിട്ടണമെന്നില്ല, പച്ചമരുന്ന് കടകളിലായിരിക്കും നമുക്ക് കൂടുതലായിട്ടും ഈ കായകളായിട്ട് അത് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഒരു ഇതില്ല, പെട്ടെന്ന് നമുക്ക് അവൈലബിൾ അല്ല. അതുകൊണ്ട് ഷാംപൂ നമുക്കങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്പരത്തി താളി വെച്ചിട്ട്, ഇപ്പോൾ താളി എന്ന് പറയുമ്പോഴേക്കും നമ്മൾ മുടിയിൽ എണ്ണയൊക്കെ കളയാൻ വേണ്ടി യൂസ് ചെയ്യണമല്ലേ, അപ്പോൾ താളി വെച്ചിട്ട് താളി ബേസ്ഡ് ആയിട്ട് നമുക്ക് കുറച്ചും കൂടി അതിനകത്ത് മുടി വളരാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് ഒരു ഷാംപൂ ആക്കി നമുക്ക് കുറച്ച് നാളൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലേക്ക് ഒരു ഷാംപൂ ഉണ്ടാക്കിയെടുക്കുക. അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണേ കേട്ടോ. അപ്പോൾ അതിനകത്ത് നമ്മൾ ഹെയർ ഗ്രോത്തിനുള്ള ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയതാണ്. നല്ല മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ ആണ്, മറ്റേതുപോലെ തന്നെ നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ ഒരു ഷാംപൂ ആണ്, നല്ല തിക്കായിട്ടുള്ള ഷാംപൂ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കമൻസും സജഷൻസും ഒക്കെ എല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയണം. നമ്മുടെ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കയറി നോക്കണം കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഷാമ്പു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ആദ്യം എടുത്തേക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ കയ്യോന്നിയാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. എന്നാലും നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ മാറ്റാൻ വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗതിയാണ് കേട്ടോ ഈ കയ്യോന്നി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ എടുത്ത് വെച്ചേക്കുന്ന 3 ഇൻഗ്രീഡിയൻസ് ആണ്. ഇനി വേറെ 2 കൂടി വരണുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്, ഭയങ്കര വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നുമല്ല. അപ്പോൾ ഈ 3 സാധനങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എടുത്ത കയ്യോന്നി ഉണ്ട്, ഒരു 4-5 തണ്ട് മതി. പിന്നെ അതുപോലെ തന്നെ 5 ഇതിലിൻ്റെ ചുമപ്പ് ചെമ്പരത്തി ഉണ്ട്. അപ്പോൾ ചെമ്പരത്തിപ്പൂ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ കിട്ടുമെങ്കിൽ അങ്ങനെ എടുത്ത് വയ്ക്കാം. പിന്നെയുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസം 2 ടേബിൾ സ്പൂൺ ഉലുവ 1 ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉലുവയിലുള്ള ആ ഒരു വഴുവഴുപ്പില്ലേ, ആ വഴുവഴുപ്പ് നന്നായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഷാമ്പൂവിന് ഒരു തിക്നെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇനി നമ്മൾ ഇത് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ 3 പേരെയും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് നമ്മുടെ താളി ഉണ്ടാക്കുന്ന ആ ഒരു സെയിം പ്രോസസ്സിൽ നന്നായിട്ടൊന്ന് തിരുമ്മി അതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നെക്സ്റ്റ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുമ്പോഴേക്കും അതും ഇതുപോലെ തന്നെ നമുക്ക് ഒന്ന് തിരുമ്മി എടുക്കണം. അപ്പോൾ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറ്റാർവാഴയാണ്. അപ്പോൾ എല്ലാം കൂടി ഭയങ്കര ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ എങ്ങനെ ചെയ്യുക, ഇല്ലെങ്കിൽ ഇപ്പോൾ നമുക്കൊരു കയ്യിലൊന്ന് ഒതുങ്ങി കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഞാനിപ്പോൾ ആദ്യം തന്നെ കുറച്ച് ചെയ്തത്, തിരുമ്മി വെച്ചത്. അപ്പോൾ കറ്റാർവാഴ എടുക്കുമ്പോഴേക്കും ഒരു കുഞ്ഞ് പീസ് എടുത്താൽ മതി, ഭയങ്കര വലിയ പീസ് വേണമെന്നൊന്നുമില്ല, ഒരു മീഡിയം പീസ് എടുക്കുക. അതുപോലെ തന്നെ ഭയങ്കര വലിയ ഇലയാണ് എടുക്കണമെങ്കിൽ അതിൻ്റെ മുള്ളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം കേട്ടോ എടുക്കണം. എന്നിട്ട് കുഞ്ഞ് പീസാക്കിയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് അതിന് നമ്മൾ കൈവച്ചൊന്ന് തിരുമ്മിയെടുത്താൽ മതി. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇലയാണ്, ചെമ്പരത്തി ചെടിയുടെ ഇലയാണ്. അപ്പോൾ നമ്മൾ റെഡ് ചെമ്പരത്തിപ്പൂ എടുക്കാൻ പോകില്ല, ആ സമയത്ത് കുറച്ച് ചെമ്പരത്തിൻ്റെ ഇലയും കൂടി എടുക്കുക. അപ്പോൾ അത്രയും പൂവ് നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ ഇല വേണമെന്നില്ല, എന്നാലും ഇല ഉണ്ടെങ്കിൽ ഇല എടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിരുമ്മി അതിനെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് ഇതുപോലെ ആക്കി എടുക്കുക. അപ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു ലിക്വിഡായിട്ട് നമുക്ക് കിട്ടും. ഇങ്ങനെ നമ്മൾ കയ്യിൽ പിടിച്ചാൽ നമുക്ക് കിട്ടില്ല. നമ്മളിപ്പോൾ താളിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളവർക്കാണെങ്കിൽ അത് അറിയാൻ പറ്റും. ഇപ്പം നന്നായിട്ട് തിരുമ്മി അതിന് നന്നായിട്ട് പത വരും. ഇപ്പോൾ ലാസ്റ്റ് ഇത് ഇങ്ങനെ ഇരിക്കും. നമ്മൾ കയ്യൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ടിട്ടാണ് കേട്ടോ ഈ ഷാമ്പൂവിന് ഇത്രയും ഭയങ്കര ഡാർക്കായിട്ടുള്ള ഈ കളറ്. ഇനി നമ്മൾ ചെയ്യാൻ പോകണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഷാമ്പൂ കുറച്ച് ദിവസം ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കണ്ടേ. അപ്പോൾ താഴേക്ക് ആണെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയിട്ട് അധികം ദിവസം അങ്ങനെ വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ നമുക്കൊരു ടെക്നിക്ക് ചെയ്യണം, അതായത് നമ്മുടെ ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ്. അപ്പോൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ചെയ്യുമ്പോഴേക്കും നമ്മളുടെ ഈ ചേർത്തേക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ഗുണങ്ങളൊന്നും അങ്ങനെ പോവില്ല. നമ്മൾ ഡയറക്റ്റ് ഫ്ലെയിം കൊടുക്കുകയാണെങ്കിൽ കുറേയൊക്കെ ന്യൂട്രിയൻസ് ഒക്കെ പോകും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പാത്രം എടുക്കണം, അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമ്മുടെ ഈ അരിച്ചെടുത്തേക്കുന്ന ഷാമ്പൂ എടുത്തിട്ട് ഈ അടിയിലെ വെള്ളം ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് ഈ ഷാമ്പു ഒഴിച്ചേക്കുന്ന പാത്രമില്ലേ അതൊന്ന് അതിൻ്റെ മേലേക്ക് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ആ സ്റ്റീമും ആ ചൂടും കൊണ്ടിട്ട് ഈ മേളിലിരിക്കുന്ന ഷാമ്പൂവിലും പതിയെ ഇങ്ങനെ തിളയ്ക്കുന്ന പോലെ ബബിൾസ് വരാൻ തുടങ്ങും. ഭയങ്കരമായിട്ട് അങ്ങോട്ട് വെട്ടി തിളക്കില്ല, എന്നാലും ഒന്ന് ബബിൾസ് വരാൻ തുടങ്ങും. അപ്പോൾ ആ സമയത്ത് നമുക്കിതൊന്ന് മാറ്റിയിട്ട് തണുത്ത് കഴിയുമ്പോഴേക്കും കുപ്പിയിലാക്കി നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം.
ിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്ത ഷാമ്പൂ നമ്മൾ ഇതിന് മുന്നേ ഉണ്ടാക്കിയെടുത്ത ഷാമ്പൂവിന് ഒരു റെഡ് കളറായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടാവില്ലേ? അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കിയെടുത്തപ്പോഴേക്കും ബാക്കി കിട്ടിയ ഈ ഒരു സംഗതി, അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഷാമ്പൂവിൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതും നമുക്കൊരു ഹെയർ പാക്കായിട്ട് യൂസ് ചെയ്യാം. ഇത്രയും സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കൈവച്ച് അതിനെ ഒന്ന് അമർത്തി പിഴിഞ്ഞെടുത്തിട്ടല്ലേ ഉള്ളൂ, എന്നാലും അതിൻ്റെ അകത്ത് ബാക്കിയുള്ള കുറേ ന്യൂട്രിയൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് വെറുതെ കളയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊന്ന് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഒരു ഹെയർ പാക്കായിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള ന്യൂട്രിയൻസും കൂടി നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഉലുവ ഉള്ളപ്പോൾ നമ്മൾ നന്നായിട്ട് ഹെയർ വാഷ് ചെയ്താലാണ് ആ ഹെയർ പാക്ക് നന്നായിട്ട് പോവുള്ളൂ. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉലുവയിലുള്ള ഈ പുറം ഭാഗത്ത് ഒരു ജെല്ല് പോലെ ഒരു കോട്ടിങ് ഉണ്ട് ഉലുവയ്ക്ക്. അപ്പോൾ ആ കോട്ടിങ് നന്നായിട്ട് മിക്സിയിൽ ഭയങ്കരമായിട്ട് അങ്ങോട്ട് അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ നമ്മളിത് ഹെയറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വേറെ ഹെയർ പാക്സ് ഒക്കെ ഇട്ടിട്ട് കഴുകി കളയണ പോലെ കഴുകാൻ നിന്നിട്ടുണ്ടെങ്കിൽ അത് പോവില്ല തലേന്ന്, അത് അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ ഉലുവ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ പറയണ കേട്ടിട്ടുണ്ട്, അതായത് ഉലുവ ഇട്ട് കഴിഞ്ഞ് താരം പോകാനും മുടി വളരാനും ഒക്കെ ആയിട്ട് ഉലുവ ഇട്ട് കഴിഞ്ഞിട്ട് ഉലുവ ഇട്ടത് കൊണ്ട് പിന്നെ തലയിൽ താരനായി, പിന്നെ തലയിൽ താരം കൂടി, പ്രശ്നം കൂടി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉലുവയുടെ ഈ ഭാഗം നമ്മളുടെ തലയിലിരിക്കും. ഇപ്പോൾ ഉലുവയല്ല വേറെ എന്താണെങ്കിലും നമ്മൾ തലയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകി കളയണം. അപ്പോൾ ഓരോന്നിനും ഓരോ ഇതായിരിക്കും. ഇപ്പോൾ നമ്മൾ ആയുർവേദിക് ആയിട്ടുള്ള ഓരോ പൗഡേഴ്സൊക്കെ യൂസ് ചെയ്യും ഹെയർ പാക്കിൽ. അപ്പോൾ അതിനെല്ലാത്തിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആയിരിക്കും. നമ്മുടെ എന്താ പറയുക, മുടിയിൽ ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് ഒട്ടിയിരിക്കൂലേ, അതിന് അതിൻ്റേതായിട്ടുള്ള എന്താ സ്വഭാവം ഉണ്ടാവും. ചില ഇതിനൊക്കെ കുറച്ച് പശ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ചിലതൊക്കെ നന്നായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് പോണേയായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മനസ്സിലാക്കി അതൊന്ന് കഴുകിക്കളയണം. അപ്പോൾ ഉലുവ എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ ആ ജെല്ലിങ്ങനെ നമ്മുടെ മുടിയിൽ അവിടെ എവിടെയൊക്കെ ആയിട്ടിരിക്കും. നമ്മുടെ സ്കാൽപ്പിൽ നിന്നും പോകാൻ വേണ്ടി ഭയങ്കര പാടാണ്. നമ്മൾ കുറേ നേരം തല ഇങ്ങനെ കുനിഞ്ഞ് നിന്നിട്ട് ആ ഒരു ഭാഗം തന്നെ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നന്നായിട്ട് നമ്മുടെ വിരൽ വെച്ച് അല്ലെങ്കിൽ നഖം വെച്ച് പതിയെ ഒന്ന് സ്ക്രബ് ചെയ്ത് കഴുകിയാലും മാത്രമാണ് നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് അത് പോവുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ മുടിയിലുണ്ടാവും. അതും മുടിയും നമ്മൾ നന്നായിട്ട് വെള്ളത്തിൽ എന്താ പൈപ്പിൻ്റെ അടിയിലോ ടാപ്പിൻ്റെ അടിയിലോ എന്താ നന്നായിട്ട് വെള്ളം കപ്പിൽ കോരി ഒഴിച്ചൊക്കെ കുറേ കഴുകി കളഞ്ഞാലാണ് ഉലുവയുടെ ആ ഒരു കണ്ടന്റ് നമ്മുടെ തലയിൽ നിന്ന് പോലും. പക്ഷേ ഉലുവ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താരം പോകുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പക്ഷെ നന്നായിട്ട് കഴുകി കളയുകയും വേണം. അപ്പോൾ അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊരു ഹെയർ പാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് കയ്യോന്നിയാണ്. അപ്പോൾ കയ്യോന്നി, കയ്യെണ്ണ, കുഞ്ഞുണ്ണി എന്നൊക്കെ നമ്മൾ പറയുന്ന സംഭവം, ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് നമ്മൾ കുറച്ച് എന്താ ഇങ്ങനെ വീട്ടിലുണ്ടെങ്കിലാണ് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് നമുക്കിപ്പോൾ എന്താ ഒരു കുഞ്ഞ് തണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിലും ഒരു കുഞ്ഞ് തണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് പിടിക്കും. നല്ല കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് കാട് പോലെ പടർന്ന് അത് പിടിക്കുന്ന കാണാൻ പറ്റും. വീഡിയോയിൽ ഇപ്പോൾ എടുത്തപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, ആ വീഡിയോയിൽ ഇങ്ങനെ ഒടിച്ചൊടിച്ചെടുക്കണം. അത് ഞാൻ ഒരു കുഞ്ഞ് തണ്ട് കൊണ്ടുവന്ന് അവിടെ നട്ട് വെച്ചാണ് ഇപ്പോൾ നിറയെ സ്പ്രെഡ് ആയിട്ടുണ്ട്. ആ ഒരു അരികെ ഫുൾ ഇപ്പോൾ ഈ കയ്യോന്നി അതുപോലെ തന്നെ ബ്രഹ്മിയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് നിന്ന് തന്നെ ഫ്രഷ് ആയിട്ട് ഒടിച്ചൊടിച്ചെടുക്കാം. പിന്നെ ചെമ്പരത്തി പൂവൊക്കെ ആണെങ്കിൽ നമുക്ക് ഉണക്കിയത് കിട്ടും, പക്ഷെ എന്നാലും നമ്മൾ ഫ്രഷ് എടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. പിന്നെ ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് പൗഡേഴ്സ് യൂസ് ചെയ്യാം. ഇതിൻ്റെയൊക്കെ തന്നെ നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഈ ചെമ്പരത്തിയുടെയും കയ്യോന്നിയുടെയൊക്കെ ഉണക്കിയ പൗഡേഴ്സ് കിട്ടും. അങ്ങനെയാണെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ അത് നമുക്കിങ്ങനെ ഒരു ലിക്വിഡ് ഫോമാറ്റിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. ഡെയിലി നമ്മൾ കുളിക്കുന്ന സമയത്ത് അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാം. ഞാൻ ഭയങ്കരമായിട്ട് കിതയ്ക്കുന്നു. അപ്പോൾ അത് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് പിന്നെ യൂസ് ചെയ്യണം നമ്മൾ സാധാരണ യൂസ് ചെയ്യണ പോലെ തന്നെ ഹെയർ ഷാമ്പൂ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഭയങ്കര എഫക്റ്റ് അങ്ങനെയല്ല, നമ്മുടെ മൈൽഡായിട്ടുള്ള ഷാമ്പൂ ആണ്, ആവശ്യത്തിന് എണ്ണ കളയും, അങ്ങനെയുള്ളൊരു ഷാമ്പൂ ഉണ്ട്. നമ്മുടെ പഴയ ഷാമ്പൂവിനെ പോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. മുടി കൊഴിച്ചിൽ മാറാനും മുടി വളരാനും ഒക്കെ നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഷാമ്പൂ ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ബാക്കി നമ്മുടെ ഉള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കണം. എന്നിട്ട് നിങ്ങളുടെ കമൻസും സജഷൻസൊക്കെ എല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ചാച്ചാ.